കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞ് എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ ഭോഷ്ക് പറയരുതെന്ന് കാണപ്പെടുന്നു. ഇന്ന് നാം ചെറിയ കാര്യത്തിനും വായെടുത്താൽ ഉടനെ കള്ളം പറയുന്നത് പതിവാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ രക്ഷപ്പെടുതലിന് വേണ്ടിയാണ് ചെറിയ ചെറിയ കള്ളങ്ങൾ പല മനുഷ്യനും പറയുന്നത്. പക്ഷേ ഇവിടെ വചനം പറയുന്നത് പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകരായി സ്വീകരിക്കുന്നതിന് മുമ്പേ നാം ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് യേശു ക്രിസ്തുവിനെ നാം സ്വീകരിച്ചതിന് ശേഷം കളയണം എന്ന് കൊലോസ്യ സഭയോട് പൗലോസ് ലേഖനം എഴുതുകയാണ്. ആ വചനം നമുക്ക് വേണ്ടിയും ഇന്ന് പറയുകയാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, അതിൻ്റെ ഒരു 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ എന്ന് പറയുന്നു. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ, ഇപ്പം വചനം പറയുന്നത് പുറത്തു നിന്ന് അകത്ത് പോകുന്നത് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല, പക്ഷേ അകത്തു നിന്ന് വരുന്ന വാക്കുകളാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കി കളയുന്നത് എന്ന്. അതുകൊണ്ട് ഈ പഴയ മനുഷ്യനായ പഴയ സ്വഭാവങ്ങളെ കളഞ്ഞിട്ട് നാം എന്ത് ചെയ്യണമെന്ന് ഉരിഞ്ഞു കളയാനാണ് പറയുന്നത്. കംപ്ലീറ്റ് മാറ്റിയിട്ട് നാം പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണം. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, പുതിയ മനുഷ്യനായ ക്രിസ്തുവെ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന നാം ക്രിസ്തുവിലുള്ള അതേ സ്വഭാവം നമ്മളിലും വരുവാൻ വേണ്ടി നാം പ്രാർത്ഥിച്ച് നമ്മുടെ വായിൽ വരുന്ന ഓരോ വാക്കുകൾ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ അത് എന്തെന്ന് പറഞ്ഞാൽ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഒക്കെയും അടുത്തവരെക്കുറിച്ച് ഇല്ലാത്തതും വേണ്ടാത്തതും പറഞ്ഞു നടക്കുന്ന സ്വഭാവങ്ങളെ നാം ഉരിഞ്ഞു കളയണമെന്ന് ദൈവവചനം പറയുന്നു. അതേപോലെ നടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, നാം ലോകമായിട്ട് ജീവിച്ച സമയത്തെ പോലെയല്ല, ഇത് നിന്നെ ഞങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിന്റെ രാജ്യത്തിലേക്ക് വരുവാൻ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വായ കർത്താവെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരങ്ങളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ അതേമേ അയൽവാസികളെക്കുറിച്ച് ദുർവർത്തമാനങ്ങൾ പറഞ്ഞു പരത്താതെ കർത്താവെ, നമ്മുടെ വായ എപ്പോഴും ദൈവത്തിന് സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ദൈവമേ നല്ലത് പറവാനും ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പഴയ മനുഷ്യനെ നമുക്ക് കളഞ്ഞിട്ട് ദൈവമേ പുതിയതൊന്ന് ധരിച്ചുകൊണ്ട് ദൈവമേ ആ പുതിയ യെരൂശലേമിനെ നോക്കി നടന്നു വരുവാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരെ നീ കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.